ഹായ് ആൾ അങ്ങനെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിൽ എല്ലാവരും നല്ല തയ്യാറെടുപ്പിലാണ്. അവിടെ ഓരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആണെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് പ്രൊഡ്യൂസറുടെ കാർ അങ്ങ് വരുന്നത്. അപ്പോൾ എല്ലാവരും ആ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ പോയിട്ട് നേരെ ആ പ്രൊഡ്യൂസർക്ക് ഡോറ് തുറന്ന് കൊടുക്കാനൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഡോർ തുറക്കുന്ന സമയത്ത് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങാണ്. അവർ ഭയങ്കര ഫോമൽ സെറ്റപ്പായിട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് എല്ലാവരും അവരങ്ങനെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര ഒരു പ്രൗഡൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ ആ ഒരു ഡയറക്ടറുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഡയറക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ ഡയറക്ടർ സുകുമാരി മുത്തശ്ശിനെ കാണുമ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമസ്കാരം അങ്ങനെ പറയുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി ഒരു അഹങ്കാരത്തോടു കൂടി തന്നെ ആ ഡയറക്ടറോട് പറയുന്നുണ്ട്, അതേ മോനെ, എനിക്ക് ഈ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് നേരിട്ടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശി എല്ലാവരും ആ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ നേരെ പോകുന്നത് ആ പഴയ ആ ഒരു സിനിമ നടിയുടെ അടുത്തേക്കാണ്. അവളാണെങ്കിൽ അവിടെ മേക്കപ്പ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ മേക്കപ്പ് ഇട്ട് ഇരിക്കുന്ന ആ ഒരു തിരക്കിൽ ഈ പെണ്ണാണെങ്കിൽ ഇവർ രണ്ടുപേരൊന്ന് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പെണ്ണ് മാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ദേഷ്യമൊക്കെ സുകുമാരി മുത്തശ്ശിയുടെ മുഖത്ത് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി നേരെ അവളുടെ അടുത്ത് എന്നിട്ട് ഈ പ്രിയങ്കനോട് പറയുന്നുണ്ട്, എടി നീ ഇത് ശ്രദ്ധിച്ചോ, എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പെണ്ണ് ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, ഇവളെ നമ്മൾ മെയിൻറ്റ് പോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ പ്രിയങ്ക മുത്തശ്ശിനോട് പറയുന്നുണ്ട്, മുത്തശ്ശി അവൾക്ക് ഇട്ടൊന്ന് കൊടുത്തേക്ക്, കാരണം ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, നമ്മളൊന്നും ബഹുമാനിക്കാൻ അവൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നടിയെ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നടിയെ കയറി ഒറ്റ ചവിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ നടിയാണെങ്കിൽ അപ്പോഴത്തേക്ക് ആ കസേലയിലും കൂടി അങ്ങ് മറിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ മറിഞ്ഞ് വീഴുന്നതൊക്കെ നമ്മുടെ പ്രിയങ്കയാണ്, കാരണം ഇതുവരെ സുകുമാരി മുത്തശ്ശി കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. അവരവിടുത്തെ ഇരുന്ന് പ്രിയങ്കനായിരുന്നു ചവിട്ടി താഴെ ഇട്ടത്. അപ്പോൾ പ്രിയങ്കയാണെങ്കിൽ കട്ടിലിൽ നിന്ന് അടിയിൽ അങ്ങ് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി എൻ്റെ നടു ഒടിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴാണ് സുകുമാരി മുത്തശ്ശിക്ക് ഒരു ബോധം വരുന്നത്. അയ്യോ പ്രിയങ്ക മോളെ, നീ എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിയല്ലേ എന്നെ ഇവിടെ ചവിട്ടി താഴെ ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് എൻ്റെ കൈയൊന്ന് പിടിക്കുക, എന്നെ കട്ടിലേക്കൊന്ന് കയറ്റി ഇരുത്ത്, എനിക്കൊന്നും വയ്യ, എൻ്റെ നടു ഒടിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിനോട് പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി വേഗം എൻ്റെ മോളെ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ പേറി ആ ഒരു കട്ടിലെ അങ്ങ് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി എന്തിനാ എന്നെ ഇങ്ങനെ ചവിട്ടി താഴെ ഇട്ടത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവളോട് പറയണ്ടേ, എൻ്റെ മോളെ ഞാൻ നിന്നെ ചവിട്ടി താഴെ ഇട്ടതൊന്നും അല്ല, നമ്മുടെ സിനിമ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ പോയപ്പോൾ എല്ലാവരും നമ്മളെ നന്നായിട്ട് അങ്ങ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ നടിയില്ലേ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതൽ, അവൾ നമ്മളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യില്ല. അപ്പം നീ അല്ലേടി എന്നോട് പറഞ്ഞത് അവളെ ചവിട്ടി അവളുടെ ഊരെ ഒടുക്കാനും വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനെ ഇവളോടങ്ങ് പറയുന്നുണ്ട്. അപ്പോഴാണ് പ്രിയങ്കയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്, എൻ്റെ മുത്തശ്ശി അതൊക്കെ സ്വപ്നമായിരുന്നു, ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ളൊന്നും സ്വപ്നമൊന്നും കാണല്ലേ, അതൊക്കെ നമുക്ക് നാളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നിട്ട് നേരിട്ട് അങ്ങ് പറയാം, അതൊക്കെ നേരിട്ട് ചെയ്യാം, ഇപ്പം എന്തായാലും അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണല്ലേ, എനിക്ക് ഇനി എൻ്റെ നടു ഓടിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി സോറി മോളെ, അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ സുകുമാരി മുത്തശ്ശിയുടെ നടുവും അങ്ങ് ഉളുക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോളെ എൻ്റെ ഊരെ ഉളുക്കിയിട്ടുണ്ട്, എനിക്കൊന്ന് ഒഴിഞ്ഞു തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവിടെ മുത്തശ്ശി അങ്ങ് മാറി നിൽക്ക്, ഞാൻ മസാജ് ചെയ്ത് തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങ് ആ ഒരു സ്വപ്ന ലോകത്ത് അങ്ങ് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ രാധികയുടെ ആ ഒരു മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവൾ രാവിലെ തന്നെ എണീറ്റിട്ട് അങ്ങനെ പൂജാമുറിയിൽ പോയി അങ്ങ് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു തുടക്കമാണ്, അപ്പോൾ ആ ഒരു തുടക്കം തന്നെ നല്ല രീതിയിൽ കടന്നു പോകണം. ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇത് തന്നെ ഒരു പിടിവള്ളിയായിട്ടാണ് ഞാൻ കൂട്ടുന്നത്, എങ്ങനെയെങ്കിലും ഇതിന്നെങ്കിലും ഒന്ന് പിടിച്ച് കയറണം, പിന്നെ എല്ലാവരുടെ അനുഗ്രഹം വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, അതുപോലെ തന്നെ എൻ്റെ അമ്മ എവിടെയെന്ന് പോലും അറിയില്ല, അറിയാത്ത അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടി എന്ന് ദൈവം ഒന്ന് എനിക്കൊന്ന് തോന്നിപ്പിക്കുകയെങ്കിലും വേണം, എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മനെ ഒന്ന് തിരിച്ച് എനിക്ക് തരണം, കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഒന്ന് ജീവിക്കണം, എൻ്റെ അമ്മക്കൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവളുടെ അമ്മനെ കിട്ടാനുള്ള പ്രാർത്ഥന, അവളുടെ ആ ഒരു മ്യൂസിക് ക്ലാസ് നല്ല രീതിയിൽ നടന്നു പോകാനുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച് കൈ കൂപ്പി കണ്ണടച്ചങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവളുടെ ഈ പ്രാർത്ഥനയൊക്കെ ദൈവം സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ ആ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അവളുടെ കയ്യിലേക്കൊരു തുളസിക്കതിർ അങ്ങ് ചാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് അവൾ കണ്ണങ്ങ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ദൈവമേ ഇത് ഞാൻ എൻ്റെ ഒരു 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 പ്രതീക്ഷയായിട്ട് എടുക്കുകയാണ്, കാരണം ഇത് ദൈവം എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്.
ആ ഒരു പ്രാർത്ഥനയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ദേവനാരായണനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ദേവന് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, സമയം ആവാറായല്ലോ, ഇതുവരെ ഒറ്റ കുട്ടികളും പോലും എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ അവളോട് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് ശരിയാ അച്ഛാ, ഞാനും അത് കാത്തിരിക്കുകയായിരുന്നു, കാരണം പറഞ്ഞ സമയമൊക്കെ ഇത് തന്നെയാണ്, പക്ഷെ ആരും എത്തിയിട്ടില്ലല്ലോ, ഇനി ആരും വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതെന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി കാത്തിരിക്കാം, ഇനി അവരെന്തായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷ ദേവനും കൊടുക്കുകയാണ്. അപ്പോൾ യശോദ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പറഞ്ഞതിൽ ദിവസവും ഡേറ്റൊക്കെ ഒന്ന് മാറിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ദേവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അതൊന്നും മാറിയിട്ടില്ല, ഇത് തന്നെയാണ് ഞാൻ കൊടുത്തത്, ഇനി അഥവാ ഇനി ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൂജ അങ്ങ് നടത്താം, ഈ ഒരു ഉദ്ഘാടനം അങ്ങ് നടത്താം, എന്നിട്ട് ഇനി നാളെയും കൂടി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, ആരെങ്കിലുമൊക്കെ കിട്ടും എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എന്തായാലും പ്രതീക്ഷ കൈവിടണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വരുണും അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താ ആരും വന്നിട്ടില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടി അങ്ങ് നിരാശരായി നിൽക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അത് സാരമില്ല, ഇനി നമുക്ക് കുറച്ച് നേരം കൂടി കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടെ കാത്തിരിക്കണം. അപ്പോൾ യശോദയാണെങ്കിൽ വേഗം പോയിട്ട് ആ പൂജാമുറി പോയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഇനി അവളെ പരീക്ഷ മതിയായിട്ടില്ല, അവൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണം നേരിട്ട്, ഇനി ഇതെങ്കിലും ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് എൻ്റെ മകൾ ഇത് കണ്ടത്, പക്ഷേ ഇതും കൂടി അത് നടക്കാതെ പോകുമോ, ആർക്കും അങ്ങോട്ട് വരില്ലേ എന്നുള്ളൊരു പേടി യശോദ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ സമയത്താണ് വീടിൻ്റെ പുറത്ത് നിന്ന് ഒരു വിളി കേൾക്കുന്നത്, രാധിക മോളെ എന്നുള്ളൊരു വിളി കേൾക്കുകയാണ്. അപ്പോൾ രാധികയും വരുണും കൂടി വേഗം അങ്ങനെ പുറത്ത് പോയി അങ്ങ് നോക്കുന്ന സമയത്ത് അത് ആ ഒരു പെണ്ണും അവരുടെ ആ ഒരു മോളും കൂട്ടി അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അതേ എൻ്റെ മോളൊന്ന് എണീക്കാൻ വൈകിപ്പോയി, അതാ നേരം വൈകിയത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവൾക്ക് ആശ്വാസമാവുന്നുണ്ട്, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും പാട്ട് പാടി പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ അവൾക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് മുഖത്തൊക്കെ ഭയങ്കര ഒരു സന്തോഷം അങ്ങ് വരികയാണ്, അതുവരെയുള്ള നിരാശയൊക്കെ അങ്ങ് മാറി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെ അങ്ങ് അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്, വാ അകത്തേക്ക് കയറി വരൂ എന്നൊക്കെ പറഞ്ഞ് അവരെയും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്തുണ്ടാവും പിറകിൽ നിന്ന് ഒരുപാട് അച്ഛനും അമ്മമാരും ഒക്കെ കുട്ടികളെയും കൂട്ടി അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ രാധികയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്, ദൈവം തൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം അവൾക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടിയിട്ട് അവരങ്ങ് വീടിൻ്റെ അകത്തേക്ക് അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും അവരങ്ങ് അവളുടെ മുന്നിൽ ഇരുത്തിയിട്ട് അവൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പ്രാർത്ഥന തുടങ്ങാം, ആദ്യം തന്നെ ഒരു പ്രാർത്ഥന ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ ഇരുത്തിയിട്ട് അവൾ പറയുന്നുണ്ട്, ആദ്യത്തെ പാട്ട് തന്നെ നമുക്കൊരു ദൈവഭക്തി ഗാനം തന്നെ ആക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്, മോള് സിനിമയിലൊക്കെ പാടാൻ പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് ആ പാട്ടൊന്ന് കേൾക്കണം, നീയും കൂടി ഒന്ന് പാട് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവളൊരു പാട്ട് അങ്ങ് ആലപിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് അത്രയും മനോഹരമായിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതങ്ങനെ കേട്ടിരിക്കുകയാണ്. അവൾ പാടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു, കൈയടിക്കുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് അവൾക്കും ഭയങ്കര സന്തോഷമാവുന്നൊക്കെ ഉണ്ട്. പിന്നെ സുകുമാര മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു പൂജയുടെ ദിവസമാണ്. അപ്പോൾ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആളുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഡയറക്ടറും സിനിമയുടെ ആക്ടേഴ്സും എല്ലാവരും കൂടിയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ എല്ലാവരും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പൂജയുടെ മുന്നിൽ ആ സിനിമയുടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് അതും പ്രിയങ്കയുടെ വലിയൊരു ഫോട്ടോയിലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ ഒരു ഡയറക്ടർ വന്നിട്ട് ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞിരുന്ന തീം അല്ലല്ലോ ഈ ഫ്ലെക്സിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നത്, എല്ലാം പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞതിനനുസരിച്ചാണ്, അവരല്ലേ സിനിമ ഇതാക്കുന്നത്, അതുകൊണ്ട് അവരാണ് ഇതിങ്ങനെ മാറ്റി വെക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡയറക്ടർക്ക് അത് അത്രയ്ക്ക് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസർ പോയ സമയത്ത് ആ ഡയറക്ടർ അടുത്തുള്ള ആളോട് പറയുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ സഹിക്കും, ഓവറായാൽ പിന്നെ ഞാനിതൊക്കെ ഇട്ടേച്ച് പോകും എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു ഡയറക്ടർ ആദ്യം തന്നെ അങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് അവരൊന്ന് സഹിച്ച് നിൽക്കാനുള്ള ഒരു തൊലിക്കട്ടി ഇയാൾക്കില്ല എന്നുള്ള ഒരു സൂചന അങ്ങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എല്ലാവരോടും ഇവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആക്കുക, എന്നാലേ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അയാളുടെ ഒരു മൈൻഡിലുള്ളത്. അങ്ങനെ എന്തായാലും സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ സിനിമയുടെ ലൊക്കേഷനിലേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ ലൊക്കേഷനിൽ വന്നിട്ട് അവരങ്ങ് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാത്തിരുന്ന് ആ ഒരു സമയത്താണ് ആ ഒരു പ്രൊഡ്യൂസറായിട്ടുള്ള നമ്മുടെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അങ്ങ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ
എല്ലാവരും എന്നാൽ നമുക്ക് പൂജ തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പൂജയുടെ അടുത്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലക്സിൻ്റെ മുന്നിൽ പൂജാകർമ്മങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, ഒരു പൂജാരിയുണ്ട്. അപ്പോൾ ഇയാൾ ആ ഒരു കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് ആ ഒരു വിളക്ക് അങ്ങ് കൊളുത്താൻ പറയുന്നുണ്ട് ഈ പ്രൊഡ്യൂസറായ നമ്മുടെ പ്രിയങ്കയോടും സുകുമാര മുത്തശ്ശിനോടും. അപ്പോൾ ആദ്യം തന്നെ അവരങ്ങ് വിളക്ക് കൊളുത്തുന്നുണ്ട്. പിന്നെ അവർ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് അവരും വിളക്ക് കൊളുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡയറക്ടറും എല്ലാവരും ഇങ്ങനെ വിളക്ക് കൊളുത്താണ്. അവസാനം ആ ഡയറക്ടർ വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ആ ഒരു നടിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് അങ്ങ് സ്വീകരിക്കുകയാണ്. അപ്പോൾ അവൾ അത് സ്വീകരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് അങ്ങ് വരുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതേ അവൾ വിളക്ക് കൊളുത്തണ്ട, കാരണം പൂജാരി പറഞ്ഞിട്ടുണ്ട് 3 സ്ത്രീകൾ വിളക്ക് കൊളുത്തണ്ട എന്നുള്ളത്, അതുകൊണ്ട് അവൾ വിളക്ക് കൊളുത്തണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. പക്ഷേ അവൾക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ മുഖത്തുണ്ട്. കാരണം ഇവളുടെ ഈ ഒരു അവസരം അവർ കാരണം അങ്ങ് നശിപ്പിച്ചല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും സുകുമാര മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കൊക്കെ ഉണ്ട്. അത് അവരുടെ മുഖത്ത് നല്ല ചിരിയായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുപാട് പേര് അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഉദ്ഘാടനമൊക്കെ അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഡയറക്ടറിനോട് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഇനി ഷൂട്ടിങ് തുടങ്ങിക്കോ, നിൻ്റെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഡയറക്ടർ പറയുന്നുണ്ട്, അതിന് ഈ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല എന്നങ്ങ് പറയാണ്. അത് കേട്ടപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്തായിരുന്നു ഇവിടെ പണി? ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് ഷൗട്ട് ചെയ്യണ്. അപ്പോഴാണ് ഈ സുകുമാരി മുത്തശ്ശിക്ക് പറ്റിയ അമളി അങ്ങ് മനസ്സിലാവുന്നത്. എല്ലാവരും ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രിയങ്ക മെല്ലെ സുകുമാരി മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഈ ക്യാമറ ഓൺ ചെയ്യുന്നത് ഒരു ചടങ്ങാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്കനോട് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, എന്നാൽ നിനക്കതൊന്നും നേരത്തെ പറയാമായിരുന്നില്ലേ? എനിക്കതൊന്നും അറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ കുറേ പേരൊക്കെ എന്നെ കളിയാക്കി ചിരിച്ചില്ലേ? നീ എന്തായാലും ആ കളിയാക്കി ചിരിച്ചവന്മാരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അവർക്കൊക്കെ ഇട്ടുള്ള പണി നമുക്ക് നാളെ കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോട് ആ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ അവിടെ അവരുടെ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുണിനോട് രാധിക പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ ഈ മ്യൂസിക് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പാണെങ്കിലും ഇതിൽ നിന്ന് വലിയ എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടില്ല, ചെറിയൊരു വരുമാനമേ കിട്ടുള്ളൂ, എന്നിരുന്നാലും അതൊരു ചെറിയൊരു ആശ്വാസം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുൺ അത് അങ്ങനെ ശരി വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വരുണിനോട് ഇവൾ പറയുന്നുണ്ട്, അതേ ഞാൻ പിന്നെ വേറൊരു വഴിയും കൂടി കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുണ് എന്താണ് ആ വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അവൾ ആ ഒരു ഡയറക്ടറിനോട് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ആ ഒരു കാര്യങ്ങൾക്ക് സപ്പോർട്ടായിട്ടല്ല ഈ ഡയറക്ടർ പറയുന്നത്. അപ്പോൾ ആ ഡയറക്ടർ പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവരോടും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, എന്നാലും അവരുടെ അടുത്തു നിന്നുള്ളൊരു നല്ല റിസൾട്ട് നല്ല അഭിനയമൊക്കെ എനിക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഈ ഡയറക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയെ ആ ഡയറക്ടർ അനുസരിച്ചിട്ടില്ല എന്നാണ് ഒരു തോന്നുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി നേരെ പ്രിയങ്കനോട് ഇങ്ങനെ സ്വകാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്, എടി നീ എന്തിനാ അയാളെ സാർ എന്നൊക്കെ വിളിക്കുന്നത്, അയാളൊക്കെ നമ്മുടെ കൂലിക്ക് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്കയും പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശി അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്, നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ സേർ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിനോടും പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും സുകുമാരി മുത്തശ്ശി കാരണം ഇവരുടെ ഈ ഒരു ഷൂട്ടിങ്ങും മുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നാൽ തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.